ഹായ്, പുതിയൊരു വീട്ടു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ നല്ല അഭിപ്രായം കിട്ടി എന്നാൽ പരാജയപ്പെട്ട OTT റിലീസ് ചെയ്ത സിനിമ പ്രാവിൻ കൂട് ഷാപ്പ് എൻ്റെ റിവ്യൂലോട്ടാണ്. ഈ തൈരിനകത്ത് പഞ്ചസാര അടിച്ച് കുടിച്ചിട്ടുണ്ടോ? കിടിലിന്. ഡയറക്ടർ റൈറ്റർ ശ്രീജിത്ത് ശ്രീനിവാസൻ, സിനിമാറ്റോഗ്രാഫി ഷൈജു ഗാലിദ്. ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെയൊക്കെ ക്യാമറമാനാണ്. അത് കിഡിലൻ എന്ന് വെച്ചാൽ രാത്രിയിലുള്ള നൈറ്റ് ഷോട്ടൊക്കെ ഉണ്ട്, കിഡിലിനായിട്ട് അത് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ്ങും അതേപോലെ എഡിറ്റർ ഷെഫിക്ക് മുഹമ്മദ് അലി, കിഡിലൻ എഡിറ്റിങ്. ഞാൻ വഴിയെ പറയാം റിവ്യൂ. ഈ പടം എനിക്ക് എങ്ങനെ തോന്നിയെന്ന് പറഞ്ഞാൽ, എനിക്ക് നല്ലോണം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു കോൺസെപ്റ്റ് കുറച്ചും കൂടെ നല്ലതാക്കാമായിരുന്നു തോന്നി. ചിലയിടത്തൊക്കെ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. ഈ കാണുന്ന പ്രേക്ഷകരെ ആകാംക്ഷ കൂട്ടി കാണിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പക്ഷേ ഇതിനകത്ത് തുടക്കം ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു കുഴപ്പമുണ്ട് പടത്തിൽ. അതായത് ഒരു ഷാപ്പിൽ ഉണ്ടാകുന്ന ഒരു കൊലപാതകം. അതിനകത്ത് ഷാപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സൗബിനാണ് ഇതിനകത്ത് ഷാപ്പ് നടത്തുന്നത്, ഷാപ്പിൻ്റെ ഓണർ. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഒരു കൊലപാതകം അതിൽ തുടർന്ന് ആ ക്ലൈമാക്സ് വരെ പോയിട്ടുണ്ട്. പക്ഷേ അത്രയും നേരം കൊണ്ടുപോകാൻ ഒരു പാടാണ്. പക്ഷേ അത് അവർ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കൊലപാതകം അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അവർ വ്യക്തമാക്കുന്നുണ്ട്, അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്തൊരു 10 ദൃക്സാക്ഷി ഉണ്ടെങ്കിൽ 10 പേരും 10 പറയുന്നത്. അത് ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ മനസ്സിലുള്ളതായിരിക്കും പറയുന്നത്. ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ ഒരു പകുതി കഴിയുമ്പം പടം വേറെ ലെവലിലോട്ട് പോകുന്നുണ്ട്. ഇതിനകത്ത് ബേസിൽ ഒരു SI ആയിട്ട് വരുന്നുണ്ട്. ഈ ബേസിലിൻ്റെ കുറേ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. പുള്ളി ഒരു SI ആണ്, പക്ഷേ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യം കരുതി ഈ ബേസിലിനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ പ്രശ്നമാകുമോ. പക്ഷേ പുള്ളിയുടെ ആയിട്ട് രീതിയിൽ അത് മാറ്റിയെടുത്തിട്ടുണ്ട്. കാരണം കറക്റ്റ് ഒരു പോലീസ് ഓഫീസറായിട്ട് വന്നെന്നല്ല. എനിക്കൊന്ന് ഈ ഒരു പടം ചെയ്തപ്പം തന്നെ അതൊന്ന് പൊന്മാനും ഷൂട്ടിങ് നടന്നുകൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ പൊന്മാനകത്തെ രാജേഷ് അങ്ങനെയൊക്കെയുള്ള ഒരു ഡയലോഗ് ഇതിനകത്ത് കയറി വരുന്നുണ്ട്. ചിലയിടത്തൊക്കെ പുള്ളി ആ ഒരു ക്യാരക്ടറായിട്ട് മാറുന്നുണ്ട്. എങ്കിലും പുള്ളിയുടെ ഒരു രീതിയിൽ ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ സെക്കൻഡ് ഹാഫിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. പോലീസായിട്ടൊക്കെ വരുന്ന രീതിയിൽ എനിക്കത്ര എന്ന് വെച്ചാൽ ബേസിലിനെ വേറെ റോൾ കണ്ടുകൊണ്ടായിരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സൗബിനാണെങ്കിൽ ഈ ക്യാരക്ടർ തുടക്കം ചെയ്യാൻ സൂട്ടാകുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, പടത്തിൻ്റെയൊക്കെ തുടക്കം. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് പുള്ളി ആ ക്യാരക്ടറായി കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി വേറെ ലെവലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് സൗബിൻ്റെ പേരായിട്ട് ചെയ്ത ചാന്ദിനി ചെയ്ത മിറണ്ട എന്ന് പറയുന്ന ക്യാരക്ടർ, അതും പുള്ളിക്കാരി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് എവിടെയെങ്കിലുമൊക്കെ ഈ ഒരു ഡയറക്ഷൻ ശ്രീജിത്ത് ശ്രീനിവാസൻ പുള്ളി എവിടെയെങ്കിലും ഇതൊന്ന് പാളിപ്പോയെങ്കിൽ പടം കുളമായി പോയേനെ. പക്ഷേ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നല്ല ഒരു കിടിലൻ വർക്കായിട്ടുണ്ട്. ചെമ്പൻ വിനോദ് അഞ്ചാക്കള്ളം കോക്കാനെ നോക്കിയാൽ മതി. ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. എങ്കിലും അതും പുള്ളി ആ ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയ്. ഇതിനകത്ത് പാട്ടിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ BGM ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അത് പിടിച്ച് എന്ന് വെച്ചാൽ ആ സീനുമായിട്ട് നല്ല രീതിയിൽ പിടിച്ച് പോകുന്നുണ്ട്. BGM നല്ല കിടിലൻ വർക്കായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അതെന്ന് വെച്ചാൽ സൗബിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പടം നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. എൻഗേജ്ഡ് ആയിട്ട് പോയി ക്ലൈമാക്സ് വരെ ഒരിടത്ത് പോലും ചെറുതായിട്ടൊരു താഴ്ച ഉണ്ടെന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിൻ്റെ ആ ഒരു സൈഡിൽ കുറച്ച് സമയത്ത് ഉള്ളൊരു പ്രശ്നം എനിക്ക് ചെറുതായിട്ട് തോന്നി. എങ്കിലും അത് വലിയ പ്രശ്നമല്ല, അവിടെ ഉള്ളൂ എനിക്ക് ചെറുതായിട്ടൊരു ഇതായിട്ട് തോന്നി. പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ കുറച്ചൊരു ഇതുണ്ടായിരുന്നു. ബാക്കി എല്ലായിടത്തും പടം നല്ല രീതിയിൽ ഓടിപ്പോകുന്നുണ്ട്. പിന്നെ അതിനകത്ത് 2 ചേസിങ് നടക്കുന്നുണ്ട് രാത്രിയിലുള്ള. കിടിലൻ സിനിമാറ്റോഗ്രാഫി ആയാലും ഷൈജു ഗാലിദ് നല്ല കിടിലനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു 2 ചേസിങ് ആയാലും ഒന്ന് ബേസിലിൻ്റെ ഒരു ചേസിങ് നടത്തുന്നുണ്ട്, ഒന്ന് സൗബിൻ്റെ ചേസിങ് നടക്കുന്നുണ്ട്. അത് കിടിലനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. LJPയുടെ സിനിമ ഉണ്ടല്ലോ, ചുരുളി ആയാലും നനമക്കൾ നേരത്തെ മയക്കുമല്ലോ, അതേപോലത്തെ കുറേ ഷോട്ടുകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഷോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ ഇടകലർത്തി എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ കാണിക്കുന്ന ഷോട്ടുമല്ല. ഇത് ആ സീനുമായിട്ട് ചേരുന്ന രീതിയിലുള്ള ഷോട്ടാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ OTT കണ്ടിട്ടായാലും നല്ല രീതിയിൽ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് പ്രാവിൻ കൂട് ഷാപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ.